ഗ്രാഫ് മേലോട്ട് പോവാതെ ഫുള്ള് താഴ്ക്കാണ് പോയത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യാൻ നമ്മള്? ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബിലത്തെ ഗ്രാഫും യൂട്യൂബിൽ കിട്ടുന്ന ഇംപ്രഷനും പിന്നെ കുറേ സബ്സ്ക്രൈബ് വരുന്നത് പിന്നെ എല്ലാം അങ്ങോട്ട് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. എനിക്ക് എൻ്റെ യൂട്യൂബിലത്തെ ഗ്രാഫ് കാണിച്ചു തരാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് അടിയിൽ പറഞ്ഞാൽ അത്രയ്ക്ക് അടിയിൽ ഗ്രാഫൊക്കെ പോകണം. നേരെ കുത്തനെയാണ് ഗ്രാഫ് പോകണത്. വീഡിയോ ഒന്നിനും കൊള്ളൂല എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ഗ്രാഫ് കാണിച്ചു ഗ്രാഫ് എന്തായാലും ഞാൻ കാണിച്ചു തരാം. അത്രയ്ക്ക് അടിയിൽ പറഞ്ഞാൽ അത്രയ്ക്ക് അടിയിൽ. ഗ്രാഫ് എത്ര അടിയിലായാലും ഞാൻ യൂട്യൂബ് നിർത്താനൊന്നും പോകണില്ല. പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടും പുതിയ പുതിയ സംഗതികൾ പഠിച്ചിട്ടും സ്റ്റോറി ഇടലും തമിഴിൽ ടൈറ്റിലും പിന്നെ യൂട്യൂബിലുള്ള സെറ്റിങ്സും ടാഗ്സും പിന്നെ കീവേഡ്സും പിന്നെ ഡിസ്ക്രിപ്ഷനും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് അതന്നെ വഴി. എൻ്റെ ചാനൽ ഗ്രോ ആവാൻ എന്തൊക്കെ ചെയ്യണം, പിന്നെ ഞാൻ ഇനിയും ചെയ്യണം, ഇനി ഹുക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം, ഹുക്കായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയണം. ആ ഒരു വീഡിയോ അവസാനം വരെ കാണണം. അത്രയും കിടലിനായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണം, അത് പഠിക്കണം. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. തുടങ്ങിയിട്ട് ഇപ്പോൾ 11 മാസം കഴിഞ്ഞ് ഒരു കൊല്ലം ആവാനേ അയക്കണേ. എന്നാലും യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാൻ ഒന്ന് ഇട്ടിരിക്കണ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് എന്നുള്ള ഒരു തമിഴിലുള്ള ഒരു വീഡിയോ ഇട്ടിരിക്കണത്. സംഭവം ഡീമോട്ടിവേറ്റഡ് ആയിട്ടൊന്നുമില്ല കേട്ടോ. യൂട്യൂബ് നിർത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ അന്ന് എനിക്ക് എന്താ പറ്റുക, വ്ളോഗ് ആ ദിവസം വ്ളോഗ് എടുക്കേണ്ടതെന്നുണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ചൊന്നും പറയാൻ കിട്ടില്ല, കണ്ടന്റ് ഒന്നും കിട്ടുന്നുണ്ടായില്ല. അങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരുന്നു. എനിക്ക് എന്താ ടൈപ്പ് ചെയ്യേണ്ട അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീമോട്ടിവേറ്റഡ് എന്നിട്ട് എങ്ങനെ ഗ്രാഫ് മേലേക്ക് പോകാനാ? എന്താ പറയുക, ഫുള്ള് വർത്തനം മാത്രമേ ഉള്ളൂ, പുറത്തേക്ക് അയച്ചൊന്നും കാണിക്കണില്ല. ഇതന്നെ പരിപാടി പറഞ്ഞാൽ ഇതന്നെ പരിപാടി. ഇപ്പോൾ ഞാൻ അധികം പറയണില്ല, ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ. അത് ചെറിയ വീഡിയോ ആയിരിക്കും, അത്രയും ചെറിയ വീഡിയോ ആയിരിക്കും. നാളെ പിന്നെ വ്ളോഗ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. വ്ളോഗ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ വ്ളോഗ് എടുക്കുക, അല്ലെങ്കിൽ വ്ളോഗ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം എന്താണ് ഉണ്ടായത് ഞാൻ വൈകുന്നേരം ഇതേപോലെ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ യൂട്യൂബിലെ CTR എത്രയാണെന്ന് അറിയോ? അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അത് ഞാൻ കാണിച്ചുതരാം. CTR കാണിച്ചുതരാം, പിന്നെ ഇംപ്രഷൻ കാണിച്ചുതരാം, എൻ്റെ ഗ്രാഫ് കാണിച്ചുതരാം. ഓരോ വീഡിയോക്ക് വരുന്ന ഗ്രാഫിൻ്റെ പൊക്കവും തയ്ച്ചും എല്ലാം ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ കാണിച്ചുതരാം. വീഡിയോ ഇനി ലെങ്ത് ആക്കില്ല. എനിക്ക് ജാക്കറ്റ് ഇട്ടിട്ട് വീഡിയോ എടുക്കണമെന്ന് ഇല്ലായിരുന്നു. പക്ഷെ എന്താ പറയുക, ഷർട്ട് ഇടാതെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ചെറിയ ചടപ്പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷർട്ടല്ല ഈ ജാക്കറ്റ് ഇട്ടിട്ട് എടുത്തത് കേട്ടോ. എന്തായാലും ഞാൻ നീട്ടി വെക്കണില്ല. ഞാൻ ഗ്രാഫും സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ. ഗ്രാഫും പിന്നെ CTR ബാക്കി വല്ല കാര്യങ്ങളും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിച്ചുതരാം. എൻ്റെ ചാനൽ ഗ്രോ ആവണേ എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കാണണ്ടേ, എങ്ങനെ ഗ്രോ ആവണേന്ന്. എന്താ ഗ്രോ ആവണമെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതലാണ് അത് വേണ്ടത്. അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാം, തംബ്നെയിലും ടൈറ്റിലും. അതാണ് ക്ലിക്ക് ത്രൂ റേറ്റിൽ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നുന്നു. അതന്നെ തംബ്നെയിലും ടൈറ്റിലും അത് കണ്ടിട്ടാണ് ആൾക്കാർ ആദ്യം തൊടുക. എൻ്റെ വീഡിയോസൊക്കെ അല്ലേ അടുത്തൊരു ഫീഡിൽ തന്നാലെ വരികയാണ്. അപ്പം ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്താ, തംബ്നെയിലും ടൈറ്റിലാണ് ഞാൻ അധികം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഫസ്റ്റിന് ഹുക്ക് ഇട്ടാലാണ് ഫസ്റ്റിന് ആൾക്കാരെ പിടിച്ച് നിർത്തണം ലാസ്റ്റിൽ കാണാൻ. അതിന് ഫസ്റ്റിന് ഹുക്ക് ഇടണം. അതിന് ഹുക്കുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കി അതെനിക്ക് പഠിക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. പിന്നെ എഡിറ്റിങ്ങിൽ എനിക്ക് കളർ ഗ്രേഡിങ് കൊണ്ടുവരാനുണ്ട്. പിന്നെ അറിയാലോ, ഫിലിം മേക്കർ ആവണമെന്ന് ചെറിയ ആഗ്രഹമുണ്ട്. ഫിലിം മേക്കർ പറഞ്ഞാൽ എൻ്റെ ലൈഫ് ഒരു ഫിലിമായിട്ട് ഇതാക്കാൻ, ഒരു എന്താ ക്യാമറ ആംഗിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടിപൊളിയാക്കാനായിട്ട് എൻ്റെ ആഗ്രഹം അതേപോലെ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. ഫിലിം ക്രിയേഷൻ തുടങ്ങിയവരൊക്കെ ഇത് കണ്ട് ഒന്ന് പേടിച്ചു. എൻ്റെ ചാനലൊന്നും ഇത്ര ദിവസമായിട്ട് ഗ്രോ ആകാത്ത. എൻ്റെ ഇപ്പോൾ 11 മാസം കഴിഞ്ഞ്. എന്നിട്ട് ഞാൻ ആലോചിക്കണ്ടല്ലേ എൻ്റെ ചാനൽ എന്താ ഗ്രോ ആകാത്ത, ഞാൻ യൂട്യൂബിൽ നിന്ന് ഇറങ്ങി പോട്ടെ, അത് ആവശ്യമില്ലാത്ത കാര്യം അങ്ങനെയൊക്കെ എനിക്ക് വിചാരിക്കുന്നു. പക്ഷെ എന്താ, യൂട്യൂബ് പറഞ്ഞാൽ അങ്ങനെയല്ല. യൂട്യൂബ് അൽഗോറിതം മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ വെക്കണം. വ്യൂസ് കുറഞ്ഞാലും കൂടിയാലും അറിയാലോ, യൂട്യൂബ് ഓരോരോ നമ്മളെ വീഡിയോ ടെസ്റ്റ് ചെയ്യാണ്. യൂട്യൂബിൻ്റെ അൽഗോറിതം അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇടുന്ന വീഡിയോസില്ലേ, യൂട്യൂബ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ഫീൽഡിൽ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ക്ലിക്ക് ത്രൂ റേറ്റും പിന്നെ നമ്മളെ ഞാൻ ഗ്രാഫൊക്കെ കാണിച്ചതല്ലേ, അതിൽ ഹുക്കൊക്കെ കൊണ്ടുവരേണ്ടത് അതൊക്കെ നോക്കിയിട്ടാണ് യൂട്യൂബ് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഓരോരുത്തർക്ക്. ഇതിപ്പോൾ ഏത് വീഡിയോ ഇതിപ്പോൾ എങ്ങനെ കൊണ്ടുപോകണം. അതിപ്പോൾ ഒരു വീഡിയോ ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, എല്ലാം ഒരേപോലെ പൊന്തുട്ടോ. ഒരു വീഡിയോ ഇതിപ്പോൾ ഒരു വീഡിയോ ക്ലിക്കായി, ഇതിപ്പോൾ ഏറ്റവും താഴെ ഉണ്ടായത് ഒരു വീഡിയോ ഇങ്ങനെ മേൽക്കുമ്പോൾ മറ്റേത് ഒരേപോലെ ഇങ്ങനെ മേൽക്കും.
കുറച്ച് താഴ്ചയിരിക്കും, ഇങ്ങനെ മേലിക്കും. അങ്ങനെ മേലേക്ക് പോകും. നല്ല കണ്ടന്റ് ആണെങ്കിലും നല്ല ഹുക്ക് ആണെങ്കിലും അങ്ങനെ മേലേക്ക് പോകും. അതിന് ഫസ്റ്റ് തന്നെ 5 സെക്കൻഡിൽ എന്തെങ്കിലുമൊക്കെ ഹുക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പഠിച്ചെടുക്കുക. പിന്നെ റെസ്റ്റ് ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഒരു 30 സെക്കൻഡ് അങ്ങനെയാണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിക്കുന്നത്. ഒരു 30 സെക്കൻഡ് ആൾക്കാരെ ഹുക്ക് ചെയ്ത് വെക്കണം, നല്ലതാണ് അവർ ലാസ്റ്റ് വരെ കാണുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാനിത് പറയാനായിട്ടാണ് ഇത്ര നേരം ഇവിടെ കാത്തിരുന്നത്. പിന്നെ ഇത് രാവിലെ എടുക്കാൻ പറ്റാത്തത് കാരണം ഒല്ലേ തന്നെയാണ്. ഇനി എനിക്ക് പറയണതുണ്ട്, അതുപോലെ എനിക്ക് ഇപ്പോൾ ഒന്നിച്ച് തലയിൽ കയറി വരുന്നില്ല. എനിക്ക് സമയം എടുത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ടി വരും. പ്രസന്റ് ഒന്നല്ലെങ്കിൽ ഫ്യൂച്ചർ, അതാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. പിന്നെ പാസ്റ്റ് നോക്കിയിട്ടും കാര്യമൊന്നുമില്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. പോയി സമയം കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ തന്നെ ചെയ്താലാണ് നമുക്ക് സക്സസ് കിട്ടുള്ളൂ. കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണോ അതോ വേണ്ടെന്നൊക്കെ വിചാരിക്കും. തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് അപ്പോൾ തന്നെ ആക്ഷൻ എടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ തുടങ്ങും. വേറെ ഒന്നും നോക്കണ്ട, ആൾക്കാർ കളിയാക്കണ്ടോ അതൊന്നും നോക്കണ്ട. എനിക്കിപ്പോൾ ആൾക്കാർ കളിയാക്കണ്ടെങ്കിലും എനിക്കതൊരു മോട്ടിവേഷൻ പോലെയാണ് ഞാനത് എടുക്കുക. അത് പിന്നെ ഞാൻ മറന്നുപോയത്, സത്യം അറിയാം. പിന്നെ ഞാൻ മറന്നുപോയി. ആരെങ്കിലൊക്കെ വന്നിട്ട് ഇതിങ്ങനെ വീഡിയോ എടുക്കുന്ന ആളല്ലേ എന്നൊക്കെ അവരടുത്ത് ഇങ്ങനെ പറയും. പിന്നെ സെക്കൻഡ് ചെയ്യാൻ അത് മറക്കും. ലൈറ്റ് ഓഫ് ആയോ, മൊബൈൽ ഹീറ്റായിട്ട് ലൈറ്റ് ഓഫ് ആയി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗല്ല അടുത്ത എന്തെങ്കിലുമൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.